ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP fancy items. Deva Star Homes, Punalur. Elegant Restaurant, Sara Complex near Union Bank, TB Junction, KP Road, Punalur. ചരിത്രം വിളിച്ചോതുന്ന തൂക്കുപാലത്തിന്റെ മണ്ണിൽ പുതുമയിലും വൃത്തിയിലും സംസ്കാരത്തിലും പുതിയൊരു രുചിക്കൂട്ട്. ഞങ്ങളുടെ മാത്രം പ്രത്യേകതകൾ: AC, non-AC ഡൈനിങ്, കിഡ്സ് പ്ലേ ഏരിയ, അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം. അതിവിശാലമായ ഞങ്ങളുടെ വിഭവശ്രേണിയിൽ ഞങ്ങളുടെ മാത്രം രുചിക്കൂട്ടിൽ തയ്യാർ ചെയ്ത ദം ബിരിയാണി, കലം ബിരിയാണി, വിവിധതരം മത്സ്യവിഭവങ്ങൾ, നാടൻ വിഭവങ്ങൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങൾ, ഡെസേർട്ടുകൾ, ഫ്രഷ് ജ്യൂസുകൾ, ഷേക്കുകൾ മുതലായവ ഞങ്ങൾ പുതുമയിൽ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ഇനാഗുറൽ ഓഫർ ഫോർ ആൾ അറേബ്യൻ ഫുഡ്, സ്പെഷ്യൽ പാക്കേജ് ഫോർ ഗെറ്റ് ടുഗദർ ഫംഗ്ഷൻ, ഫാമിലി മീറ്റിംഗ്, ബർത്ത്ഡേ പാർട്ടീസ്, ആൾ അതർ ഫംഗ്ഷൻ. പുനലൂരിന്റെ ചരിത്രത്തിലാദ്യമായി ഹോം ഡെലിവറി സൗകര്യവും ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിളിക്കുക 0475 222 9077. Elegant Restaurant, Sara Complex near Union Bank, TB Junction, KP Road, Punalur. Elegant Restaurant. Get more of what you really want. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് കുമാർ. പ്രധാന വാർത്തകൾ. കേസ് അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിന് അന്വേഷണ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രി ഉത്തരവിട്ടു. കറവൂർ സ്വദേശിനിയുടെ പരാതിയെ തുടർന്നാണ് നടപടി. ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ കൈവശം വച്ചിരിക്കുന്ന ഭൂമി സർക്കാർ ഏറ്റെടുക്കണമെന്ന് KPCC നിർവാഹക സമിതി അംഗം CR നജീബ്. നിസാര നിയമപ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി നടപടി വൈകിപ്പിക്കുന്നതായും വിമർശനം. വാർത്തകൾ വിശദമായി. പത്തനാപുരം CI റെജി എബ്രഹാമിനെയും അന്വേഷണ ഉദ്യോഗസ്ഥനായ അഡീഷണൽ SI KV ജോൺസണെയും സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രി ഉത്തരവിട്ടു. കറവൂർ സ്വദേശിനി സുമാ സുബ്രഹ്മണ്യത്തെ അപായപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് മുഖ്യമന്ത്രിയുടെ ഉത്തരവ്. പത്തനാപുരം കറവൂർ കനാൽ പുറമ്പോക്കിൽ സുമാ സുബ്രഹ്മണ്യത്തിനെ ആസിഡ് ഒഴിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ച കേസിന്റെ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിനാണ് നടപടി. ജില്ലാ പോലീസ് മേധാവിയുടെയും DGPയുടെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കേസ് ജില്ലാ പോലീസ് മേധാവി നേരിട്ട് വിശദമായി അന്വേഷിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. അക്രമത്തിന് ഇരയായ സ്ത്രീക്കെതിരെ പോലീസ് എടുത്ത കേസിന്റെ സത്യാവസ്ഥയും അവരെ ജയിലിലടക്കേണ്ടി വന്ന സാഹചര്യവും അന്വേഷിക്കണമെന്നും പ്രദേശത്തെ കഞ്ചാവ്, മയക്കുമരുന്ന്, വ്യാജമദ്യ മാഫിയയെ അമർച്ച ചെയ്യാൻ നടപടി സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രി ഉത്തരവിട്ടു. ഈ അടി നടക്കുമ്പോൾ അവര് പറയുന്നുണ്ട്, പോലീസുകാര് അരയ്ക്ക് താഴെ അടിച്ച് തളർത്തിയിട്ടാലേ ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റു, കേസ് ഞങ്ങളാണ് എടുക്കുന്നത് എന്ന് പറഞ്ഞെന്ന് അവർ പറയുന്നു. പക്ഷെ നമുക്കറിയില്ല, ഞാൻ കേട്ടില്ല, കേട്ടവരാരുമില്ല. പക്ഷെ കേട്ട സാക്ഷികളുണ്ട്. ഇങ്ങനെ പറഞ്ഞെന്ന് പറയുന്നു. പിന്നെ സെപ്റ്റംബർ 1 രാവിലെ 8 മണിയോടുകൂടി ഞാൻ ഷീറ്റ് അടിക്കാൻ പോകുന്നു. തലേന്ന് നടന്നതാണ് കല്ലേറും ചീത്തവിളിയൊക്കെ. 1-ാം തീയതി ഞാൻ ഷീറ്റ് അടിക്കാൻ പോകുന്നു. ഷീറ്റ് അടിച്ച് ഒരു ഷീറ്റ് അടിച്ച് അച്ചിലോട്ട് വെച്ചില്ല. 2ാമത്തെ ഷീറ്റ് അടിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് പുറകിൽ നിന്ന് ആസിഡ് ഒഴിക്കുകയാണ് ചെയ്തത്. എന്റെ തലയ്ക്കും ബാക്ക് സൈഡിലും വീണ ആസിഡ്. പെട്ടെന്ന് വെള്ളം എടുത്തൊഴിച്ച് അത് 2 ചുരിദാറിന്റെ പുറത്തുകൂടി ഒരു നൈറ്റി ഇട്ടിരുന്നു. കാരണം വെട്ടാൻ ഉപയോഗിക്കുന്ന ആ നൈറ്റി ഊരിയിട്ടാണ് വെള്ളം ഒഴിക്കുന്നത്. വെള്ളം ഒഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെല്ലാം വളഞ്ഞു. 10-15 പേരങ്ങ് വളയുമായിരുന്നു. അടിയെന്ന് പറഞ്ഞാൽ പട്ടിയെ തല്ലുന്നത് അങ്ങനെ. അതുപോലെ ഇവരെ വീട്ടിൽ നിന്ന് ഞാൻ ഓടി വേറൊരു വീട്ടിൽ ചെന്ന് കയറി. ദാവീദ് എന്ന് പറഞ്ഞ അവന്റെ വീട്ടിൽ ചെന്ന് കയറി. ഞങ്ങളുടെ പലരെ ഉപജീവന മാർഗം നീ തടസ്സപ്പെടുത്തി കോളനി കയറിയിട്ട്, ഇത് കോളനിയല്ല, കോളനിയാക്കിയിട്ടുമില്ല, ഇവിടെ കയറിയിട്ട് ഉപജീവന മാർഗം തടസ്സപ്പെടുത്തുന്നു, നീ രാഷ്ട്രീയം കളിക്കുന്നു, നീ പൊതുജനങ്ങളെ സേവിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ചീത്തവിളി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനോട്, ഒരു ഉദ്യോഗസ്ഥനോടെന്നല്ല, ഒരു മനുഷ്യനോട്, നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടിനോട് പോലും പറയാൻ പറ്റാത്ത രീതിയിലുള്ള സംഭാഷണങ്ങളാണ്. പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റത്തില്ല. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ പ്ലാത്തറ ആയിരവലി ക്ഷേത്രത്തിൽ ആയില്യം തിരുനാൾ ഉത്സവത്തിന്റെ ഭാഗമായി കെട്ടുകാഴ്ച നടന്നു. ചെണ്ടമേളവും ഫ്ലോട്ടുകളും മുത്തുകുടകളും കെട്ടുകാഴ്ചയ്ക്ക് അകമ്പടിയായി.
ചെണ്ടമേളത്തിന്റെയും മുത്തുകുടയുടെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെ വെള്ളിയാഴ്ച വൈകുന്നേരം ഘോഷയാത്ര നടന്നു. കെട്ടുകാഴ്ചയിൽ ഫ്ലോട്ടുകളും അണിനിരന്നു. ഭൂതത്താൻ നടവഴി മുറിഞ്ഞകലുങ്ങ് കുതിരച്ചിറ ജംഗ്ഷനിലെത്തി തിരികെ പണിക്കർ ജംഗ്ഷൻ വഴി മേലെ ഭൂതത്താൻകാവ് വഴി പ്ലാത്തറ ഗുരുമന്ദിരത്തിലെത്തി തിരികെ ഘോഷയാത്ര ക്ഷേത്രത്തിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം KB ഗണേഷ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രങ്ങളുടെ മുറ്റത്താണ് എപ്പോഴും കലാരൂപങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. ഇതൊരു ശിവക്ഷേത്രമാണ്. ശിവക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാനൊരു കലാകാരനാണ്. കല എന്ന് പറയുന്നത് ആസ്വദിക്കാനുള്ളതാണ്. കല എന്ന് പറയുന്നത് സത്യമുള്ളതാണ്. കല എന്ന് പറയുന്നതിന് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഇല്ലാത്തതാണ്. അപ്പം അതിന്റെ അർത്ഥം കലയ്ക്ക് ദേശങ്ങളുടെ നാടുകളുടെ അതിർവരമ്പുകളോ കടലുകളുടെ അതിരുകളോ ഒന്നുമില്ല. എല്ലാ ഭാഷയിലുള്ള എല്ലാ ദേശത്തുമുള്ള കല നമ്മൾ ആസ്വദിക്കാറുണ്ട്. നൃത്തം എന്ന് പറയുന്നതാണ് കലയുടെ തുടക്കം. എവിടെ നിന്നാണ് നൃത്തം തുടങ്ങുന്നത്? ഇതൊരു ശിവക്ഷേത്രമാണ്. നാട്യശാസ്ത്രത്തിൽ പറയുന്നുണ്ട് ആദി താളം എന്ന് പറയുന്ന ശിവന്റെ നൃത്തത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്. സതീദേവിയുടെ ആത്മാഹുതിക്ക് ശേഷം കോപം കൊണ്ട് നിറഞ്ഞ ശിവൻ തന്റെ തുടയിലടിച്ച് ആദി താളങ്ങൾ നൽകിയതാണ്. ലോകത്ത് നൃത്തത്തിനും പാട്ടിനും അഭിനയത്തിനും നടത്തയ്ക്കും പ്രസംഗത്തിനും എന്തിനും ഒരു താളമുണ്ട്. ആ താളം എവിടെ നിന്നുണ്ടായി എന്നുള്ളതാണ്. ആദ്യ താളം ഉണ്ടാവുന്നത് പരമശിവന്റെ നൃത്തത്തിൽ നിന്നാണ്. അദ്ദേഹം കോപം കൊണ്ട് ജ്വലിച്ച് തന്റെ ജടയഴിച്ച് തന്റെ പ്രിയ പത്നിയുടെ വേർപാടിൽ കോപം കൊണ്ട് ജ്വലിച്ച് ദക്ഷിണ വധിക്കുന്നതിന് മുമ്പ് ഭദ്രകാളി വരികയാണ്. ജട ഊരി നിലത്തടിയും. ആ ജടയിൽ നിന്ന് ഭദ്രകാളി ഉയർന്നു വരും. തന്റെ മകളോട് ദക്ഷിണ നിഗ്രഹിക്കാൻ പറയാണ്. നിഗ്രഹിക്കാൻ വേണ്ടി പോയി കഴിയുമ്പോൾ അദ്ദേഹം കോപം കൊണ്ട് ജ്വലിക്കുകയാണ്. കോപം കൊണ്ട് ജ്വലിച്ച് അദ്ദേഹം തന്റെ തുടയിൽ അടിക്കുന്നതാണ് ആദി താളം. രണ്ട് തുടയിലും മാറി മാറി അടിച്ചുകൊണ്ട് നൃത്തം ആരംഭിക്കുകയാണ്. ആ നടരാജ നൃത്തം, ആ ഉഗ്ര നൃത്തം, ഉഗ്ര കോപത്തിൽ അദ്ദേഹം ചെയ്ത നൃത്തത്തിൽ നിന്നാണ് ലോകത്ത് കലയുടെ തുടക്കം. ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് KG വിനു അധ്യക്ഷനായി. CR അരുൺകുമാർ സ്വാഗതം ആശംസിച്ചു. വിദ്യാർത്ഥി പ്രതിഭകൾക്ക് പുനലൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തു. അടുത്തായി +2 അടുത്തായി ഹരികൃഷ്ണൻ M. അടുത്ത വർഷവും വിളക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C വിജയൻ കർഷകരെ ആദരിച്ചു. ആശ്രാമത്ത് ഗോപാലകൃഷ്ണൻ, M അജിമോഹൻ, അനീജെ ബാബു, MK ഉണ്ണിത്താൻ, മിനി ജോസ് പ്രകാശ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ലൈവ് വാർത്ത പുനലൂർ. തലവൂർ തൃക്കൊന്നമർകോട് ദേവീക്ഷേത്രത്തിലെ തൃക്കൊടിയേറ്റ് മഹോത്സവത്തിന്റെ ഭാഗമായുള്ള പൂരം തിരുനാൾ ഘോഷയാത്ര ഞായറാഴ്ച നടക്കും. വാദ്യമേളം, നിശ്ചലദൃശ്യം എന്നിവയും ഘോഷയാത്രയ്ക്ക് അകമ്പടിയാകും. ഉച്ച കഴിഞ്ഞ് 3-ന് വടകോട് 3876 നമ്പർ ശ്രീ വാസുദേവ വിലാസം NSS കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഉത്സവ ഘോഷയാത്ര വാസുദേവൻകോട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കും. കടുവൻകോട് ഭുവനേശ്വരി ക്ഷേത്രം, വിളയിൽമുക്ക്, പാറമുക്ക്, വില്ലുമുക്ക്, 18-ാം പടി, കുര, ഓവർബ്രിഡ്ജ്, രണ്ടാലുംമൂട് ശ്രീ നാഗരാജ ക്ഷേത്രം വഴി തലവൂർ തൃക്കൊന്നമർകോട് ശ്രീ ദുർഗാദേവി ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരും. 500-ലധികം കലാകാരന്മാരുടെ വാദ്യമേളം, ഗജവീരന്മാർ, നിശ്ചല ദൃശ്യങ്ങൾ എന്നിവ ഘോഷയാത്രയ്ക്ക് മിഴിവേകും. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാതല മെമ്പർഷിപ്പ് വിതരണോദ്ഘാടനം സംഘടിപ്പിച്ചു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ K പ്രഭ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ K പ്രഭ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഫോട്ടോഗ്രാഫേഴ്സിനെ മാത്രമല്ല, ഈ മൊബൈലായാലും ഫോട്ടോ എടുപ്പായാലും എല്ലാം മിസ്യൂസ് ഒരുപാട് നടക്കുന്നുണ്ട്. ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളും. എന്നാൽ വളരെ ക്രൂരമായ കൃത്യങ്ങളും ഫോട്ടോ എടുത്ത് വിനോദിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ആ ഒരു ഫോട്ടോ ഉള്ളത് കൊണ്ട് പല കാര്യങ്ങളും നേട്ടത്തിലേക്കും തെളിയിക്കാനും നാളെ ഒരു സമയത്തെ സത്യങ്ങൾ വിളിച്ച് പറയാനും തെളിയിക്കുന്നതുമുണ്ട്. അപ്പം എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ആവശ്യമില്ലാത്ത ഒരു സ്ഥലത്ത് കടന്നു കയറിയ ഒരു ഫോട്ടോ എടുപ്പല്ലാതെ നമുക്ക് വേണ്ടുന്ന സമയത്ത് ഉണർന്ന് പ്രവർത്തിച്ച്. AKPA പുനലൂർ മേഖലാ പ്രസിഡന്റ് സന്തോഷ് തുളിക്കോട് അധ്യക്ഷനായി. മേഖലാ സെക്രട്ടറി ജുഗ്നു വിസ്മയ സ്വാഗതം ആശംസിച്ചു.
മുഹമ്മദ് ഷാഫി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. AKPA സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രമോസ് ബെൻ യേശുദാസ് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിച്ചു. താലൂക്ക് ആശുപത്രിക്ക് വേണ്ടി നിർമ്മിച്ച ഡോക്യുമെന്ററിയുടെ ഛായാഗ്രഹണം നിർവഹിച്ച ബിനോയ് പുനലൂർ, സിനിമാ പ്രവർത്തകനായ അരുൺ പുനലൂർ, ബോണി തുടങ്ങിയവരെയാണ് മൊമന്റോ നൽകി ആദരിച്ചത്. ജില്ലാ പ്രസിഡന്റ് M. വിജയൻ മുഖ്യപ്രഭാഷണം നടത്തി. അനിൽ A1 സംഘടനാ അവലോകനം നിർവഹിച്ചു. സംഘടനാ ഭാരവാഹികളായ വള്ളിക്കാവ് സുരേന്ദ്രൻ, EA ഖാദർ, KA അശോകൻ, വിനോദ് അമ്മാസ്, രാജൻ പുനലൂർ, മണിലാൽ, T. ജലീൽ, മുരളി അനുപമ, ഷിജു ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുഷ്പഗിരിയിൽ സെൻട്രൽ സ്കൂൾ ഇടമൺ 34 മാനേജ് ബൈ പുഷ്പഗിരിയിൽ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ്. Qualified teachers, well-equipped library and labs, smart class, kids section and extracurricular activities. I want to be a pilot. I want to be an IAS officer. Hi, my name is Darshana. I want to be a doctor. I want to be a professor. I want to be a chartered accountant. Hi, I want to be a teacher. Pushpagiril Central School, Idaman 34. Managed by Pushpagiril Education and Charitable Trust. City Aluminium Traders, Chemandur, Punalur. വശ്യചാരുതയുടെ പുതിയ ആകർഷണവുമായി സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ് പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ്, ജിപ്സം ബോർഡ്, PVC ഡോർ, PVC സീലിംഗ്, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ബാത്റൂം ഡോർസ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. വി ഓഫർ എ ന്യൂ ലൈഫ് സ്റ്റൈൽ. City Aluminium Traders, Chemandur, Punalur. Phone 0475-2220-357 9745-201088. പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. BAS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. എനിക്ക് നേരിട്ട് അറിയാവുന്നതാ ഇടിമണ്ണിക്കൽ സ്വർണത്തിന്റെ മഹിമ. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണ്ണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി, പുനലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ. സാരി, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. പ്യാരിവെയർ, സാൻസീറ, ജോൺസൺ, ലെബ് തുടങ്ങിയ കമ്പനികളുടെ സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്. പ്രമുഖ കമ്പനികളായ കച്ചാറിയ, ഐക്കൺ, ഏഷ്യൻ, ഇറ്റാലിക്ക എന്നിവയുടെ ടൈൽസും. അരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ലെഗ്രാൻഡ്, ഹാവൽസ്, ബജാജ് എന്നിവയുടെ ഇലക്ട്രിക്കൽ ഗുഡ്സ്. വിവിധയിനം ഫാൻസി ലൈറ്റുകൾ. പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ. കിച്ചൺ കബോർഡ് ആക്സസറീസ്. ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. ഫോൺ 0475-222-1205 9946977578. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഇതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാട്രാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ട്രഡീഷണൽ ആൻഡ് ട്രെൻഡി ഡിസൈൻസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. സംസ്ഥാന സർക്കാർ കിലോഗ്രാമിന് 25 രൂപ നിരക്കിൽ അനുവദിച്ച അരി ഉറുകുന്ന സർവീസ് സഹകരണ ബാങ്ക് വഴി വിതരണം ചെയ്തു. തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R. ലൈലജ അരി വിതരണം ഉദ്ഘാടനം ചെയ്തു.
ബാങ്കിന്റെ ഉറുകുന്ന തെന്മല കുറവന്താവളം സ്റ്റോറുകൾ വഴിയാണ് അരി വിതരണം നടത്തുന്നത്. തുടക്കത്തിൽ ഒരു കുടുംബത്തിന് ഒരാഴ്ചയിൽ 5 കിലോഗ്രാം അരിയാണ് ലഭ്യമാക്കുക. വരും ദിവസങ്ങളിൽ ഇത് ക്രമേണ വർദ്ധിപ്പിക്കും. കഴിഞ്ഞ ദിവസം അരി വിതരണത്തിന്റെ ഉദ്ഘാടനം തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലൈലജ ബാങ്കിലെത്തി നിർവഹിച്ചു. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഒരു കാര്യമാണ് സർക്കാർ ചെയ്യുന്നത്. ഇത്തരത്തിൽ സഹകരണ അല്ലെങ്കിൽ നീതി സ്റ്റോറുകൾ വഴി അല്ലെങ്കിൽ കൺസ്യൂമർ സ്റ്റോറുകൾ വഴി ഇത്തരത്തിൽ അരി ലഭിക്കുമ്പോൾ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത് ആദ്യ ആഴ്ചകളിൽ ഒരു കുടുംബത്തിന് 5 കിലോ അരിയും തുടർന്നുള്ള ആഴ്ചകളിൽ 10 കിലോ അരിയും വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ഇത്തരത്തിലൊരു അരിയുടെ വില വളരെ പെട്ടെന്ന് തന്നെ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ എടുത്തുള്ള ഈ തീരുമാനത്തിന് ആദ്യം തന്നെ നമ്മളൊക്കെ തന്നെ സർക്കാരിനെ അഭിനന്ദിക്കുകയാണ്. അരിവില പിടിച്ചു നിർത്താൻ സർക്കാർ എടുത്ത നിലപാടിനെ അഭിനന്ദിക്കുന്നതായി പ്രസിഡന്റ് ആർ ലൈലജ പറഞ്ഞു. ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് NJ രാജൻ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് L ഗോപിനാഥപിള്ള, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുജാത, R സുരേഷ്, ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം ഗോപകുമാർ, ഷിഹാബുദ്ദീൻ, ബാങ്ക് സെക്രട്ടറി ഷേർലി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തെന്മല. ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ കൈവശം വച്ചിരിക്കുന്ന ഭൂമി സർക്കാർ ഏറ്റെടുക്കണമെന്ന് KPCC നിർവാഹക സമിതി അംഗം CR നജീബ് ആവശ്യപ്പെട്ടു. നിസാര നിയമപ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഭൂമി ഏറ്റെടുക്കുന്നത് വൈകിക്കുന്നെന്നും അദ്ദേഹം ആരോപിച്ചു. ഹാരിസൺ മലയാളം പ്ലാന്റേഷന്റെ കൈവശം ഇരിക്കുന്ന ഭൂമി ഏറ്റെടുക്കണമെന്നുള്ള ആവശ്യം കുറേ കാലങ്ങളായി നിലനിന്നു വരുന്നതാണ്. 2007 ഗവൺമെന്റ് റിപ്പോർട്ട് കൊടുത്തപ്പോൾ കേരളത്തിലെ 79,696 ഏക്കർ ഭൂമിയും 10,000-ലധികം ഏക്കർ മിച്ചഭൂമിയും കേരള സർക്കാരിൻ്റെതാണ് എന്ന് ബോധ്യപ്പെട്ടു. അത് വീണ്ടും LDFന്റെ ഗവൺമെന്റ് വന്നപ്പോൾ ഒന്നുകൂടി പരിശോധിക്കുന്നതിന് വേണ്ടി നിയമപരമായി ഭൂമി ഏറ്റെടുക്കാൻ പറ്റുമോ എന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടി ജസ്റ്റിസ് L മനോഹരൻ കമ്മീഷനെ അന്നത്തെ ഗവൺമെന്റ് നിയോഗിച്ചിരുന്നു. ജസ്റ്റിസ് L മനോഹരൻ കമ്മീഷൻ 2008-2009 അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുത്തു. ഇത് സർക്കാർ വക ഭൂമിയാണെന്നും ഏറ്റെടുക്കുന്നതിന് യാതൊരു വിധമായ നിയമ തടസ്സമില്ല എന്നും ഇത് പാട്ടവ്യവസ്ഥ നൽകിയിട്ടുള്ളതും അതുപോലെ തന്നെ പാട്ടവ്യവസ്ഥ നൽകിയിട്ടുള്ള ഭൂമിയാണെന്നും അതുകൊണ്ട് ഈ ഭൂമി ഏറ്റെടുക്കാൻ യാതൊരു വിധമായ നിയമ തടസ്സമില്ല എന്ന് കാണിച്ചുകൊണ്ട് അദ്ദേഹം അന്നത്തെ കേരള സർക്കാരിൻ്റെ റിപ്പോർട്ട് നൽകി. തെന്മലയിലെ അറിയ റിസോർട്ട് ആൻഡ് കമ്പനിയുടെ എസ്റ്റേറ്റാണ് 205 ഏക്കർ. മറ്റൊന്ന് അമ്പനാട് എസ്റ്റേറ്റാണ്, മറ്റൊന്ന് ചെറുവള്ളി എസ്റ്റേറ്റ്, മറ്റൊന്ന് ബോയ്സ് എസ്റ്റേറ്റ്. അങ്ങനെ കേരളത്തിലെ 4-5 എസ്റ്റേറ്റുകൾ അദ്ദേഹം തുടക്കത്തിൽ ഏറ്റെടുക്കുകയും നടപടി പൂർത്തീകരിച്ച ഉടൻ തന്നെ ഇത് സർക്കാരിനെ കണ്ടുകിട്ടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ അത് നിയമ തടസ്സങ്ങളുണ്ടാക്കി, റബ്ബർ മുതലാളിമാരും കുത്തക മുതലാളിമാരും കൂടി തടസ്സങ്ങളുണ്ടാക്കി താൽക്കാലിക സ്റ്റേ വാങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഈ സർക്കാർ ഭൂമിയാണെന്ന് 3 കമ്മീഷൻ റിപ്പോർട്ടുകളും പറഞ്ഞിട്ടും നിയമ തടസ്സങ്ങൾ കൊണ്ട് ഏറ്റെടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇത് നിയമ ഭേദഗതി ഉണ്ടാക്കി ഏറ്റെടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ ദിവസം തെന്മലയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അദ്ദേഹം ആവശ്യപ്പെട്ടത്. വർഷങ്ങൾ നീണ്ട പോരാട്ടങ്ങൾക്കും വിവിധ സർക്കാരുകൾ നിയോഗിച്ച കമ്മീഷനുകൾ നൽകിയ റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിൽ ഭൂമി സർക്കാരിന്റേതാണെന്ന് സംശയാതീതമായി തെളിഞ്ഞിട്ടും നിസാര നിയമപ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഭൂമി ഏറ്റെടുക്കൽ നടപ്പിലാകുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനായി നിയമ ഭേദഗതി നടത്തി ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തെന്മല. പുനലൂർ നഗരത്തിൽ നടപ്പാതകളില്ലാത്തത് അപകടങ്ങൾക്കിടയാക്കുന്നു. നടപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. പുനലൂർ നഗരത്തിൽ ഒരിടത്തും നടപ്പാതകളില്ല. കാൽനടയാത്ര ഇതുമൂലം ദുഷ്കരമായിരിക്കുകയാണ്. വാഹനങ്ങൾ ചീറിപ്പാഞ്ഞ് കടന്നുപോകുമ്പോൾ യാത്രക്കാർക്ക് ഒഴിഞ്ഞു മാറാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. സ്കൂൾ കുട്ടികളടക്കം മിക്കപ്പോഴും അപകടത്തിൽപ്പെടാറുണ്ട്. പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, താലൂക്ക് ആശുപത്രി ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് അപകടങ്ങൾ കൂടുതലും നടക്കുന്നത്. കഴിഞ്ഞ 1 മാസത്തിനിടെ 60ഓളം അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായത്. അപകടങ്ങളിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കാൽനടയാത്രക്കാരെ വാഹനങ്ങൾ ഇടിച്ചിടുന്നതും പതിവ് സംഭവമാണ്. തിരക്കേറിയ സമയങ്ങളിൽ അപകട നിരക്ക് വർദ്ധിക്കുകയാണ്. പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ രാവിലെയും വൈകുന്നേരങ്ങളിലും പോലീസ് സാന്നിധ്യം ഉണ്ടാകണമെന്നാണ് ആവശ്യമുയരുന്നത്. അപകടങ്ങൾ നിയന്ത്രിക്കാൻ ബന്ധപ്പെട്ടവർ ആകെ ചെയ്തത് റോഡിൽ സീബ്ര ലൈനുകൾ വരച്ചതു മാത്രമാണ്. ലൈവ് വാർത്ത, പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. കേസന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിന് അന്വേഷണ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രി ഉത്തരവിട്ടു. കറവൂർ സ്വദേശിനിയുടെ പരാതിയെ തുടർന്നാണ് നടപടി.
ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ കൈവശം വച്ചിരിക്കുന്ന ഭൂമി സർക്കാർ ഏറ്റെടുക്കണമെന്ന് KPCC നിർവാഹക സമിതി അംഗം CR നജീബ്. നിസാര നിയമപ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി നടപടി വൈകിപ്പിക്കുന്നതായും വിമർശനം. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ലൈവ് വാർത്തകൾക്കും സന്ദർശിക്കുക. നമസ്കാരം. ചാനൽ ലൈവ് ഒരുക്കുന്ന ക്ലാസിക്കൽ നൃത്ത റിയാലിറ്റി ഷോ വസന്തോത്സവം. ക്ലാസിക്കൽ നൃത്തത്തിൽ അഭിരുചിയുള്ള 17 വയസ്സ് വരെയുള്ള മത്സരാർത്ഥികൾക്ക് പങ്കെടുക്കാം. രണ്ടാം ഘട്ട ഓഡിഷൻ പത്തനാപുരത്ത്. കൂടുതൽ വിവരങ്ങൾക്ക് 9446547555 9446521555. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ. വിശ്വസ്തയുടെ 24 വർഷങ്ങൾ. P. ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം P. ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്. സോറിയാസിസ്, എക്സിമ, മറ്റ് അലർജി രോഗങ്ങൾ എന്നിവയ്ക്ക് ഫലപ്രദമായ ചികിത്സ. 2 മാസത്തിന് മുമ്പാണ് ഈ സോറിയാസിസ് ആണെന്ന് അറിയുന്നത്. 6 മാസത്തിന് മുമ്പ് ഇത് തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ അറിഞ്ഞു വരുന്നത്. അങ്ങനെ ഇംഗ്ലീഷ് മരുന്ന് ഗൾഫിലായിരുന്നു. ഗൾഫിൽ വെച്ച് അവിടെ ആൽനൂർ ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷനും ഗുളികയും മരുന്നും ഗ്രീമും അതും ഇതെല്ലാം 19,000 രൂപ അങ്ങനെ അവിടെ ചിലവായി. ശരീരം മൊത്തം പൊങ്ങി പുറത്ത് നാശമായി, നീരും കൊണ്ട് കിടക്കാനും വയ്യ, ആന്തരഭാഗം മൊത്തം കയറി വീർത്ത്. അങ്ങനെ ഇരിക്കുമ്പോൾ പാലക്കാട്ടുകാർ നേഴ്സ് പറഞ്ഞ് സോറിയാസിൻ്റെ. അങ്ങനെ പെട്ടെന്ന് കയറി വന്നാണ് ഈ ഡോക്ടറെ കണ്ട് ഇപ്പം 45 ദിവസം കൊണ്ട് പരിപൂർണ സുഖമായി. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്, വ്യാപാര ഭവൻ, ടൗൺ മുസ്ലിം പള്ളിക്ക് സമീപം, പത്തനാപുരം. ഫോൺ 0475235477. KCB ഓഫീസിന് സമീപം, ഷാലിമാർ ബിൽഡിംഗ്, കരുനാഗപ്പള്ളി. ഫോൺ 8086837777. ഇന്ത്യയിലും വിദേശത്തും ധാരാളം തൊഴിലവസരങ്ങളുള്ള ആയുർവേദ പഞ്ചകർമ്മ നഴ്സിംഗ് കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്, പത്തനാപുരം, കരുനാഗപ്പള്ളി.